ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു പൊങ്കൽ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊങ്കലിൻ്റെ സ്പെഷ്യലായിട്ടൊരു മിനിയേച്ചർ പൊങ്കൽ ഒരു ഡേ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ മോൾഡിഡ് ക്ലേ വെച്ചിട്ട് ഒരു കലം പോലെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. നമ്മുടെ ഈ പൊങ്കൽ വയ്ക്കുന്ന കലമല്ലേ, അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പൊങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. അവരുടെ നമ്മുടെ ഓണം പോലെയൊക്കെ അവർ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്, അവരുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് കേട്ടോ അത്. ഇപ്പം ഞാനിത് ഇവിടെ ഒരു കലം പോലെ ഉണ്ടാക്കിയെടുത്തു. അതിന് തന്നെ ചെറിയൊരു ബ്രിക്ക് പോലെ മോൾഡിഡ് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുപ്പ് വയ്ക്കാനായിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കലം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചൊരു വൈറ്റ് പെയിൻറ്റ് സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. കാരണം അതിന് പെയിൻറ്റ് ചെയ്യുമ്പം ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിവിടെ കുറച്ച് കരിമ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 സ്ട്രോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ പേപ്പർ, അതിൻ്റെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ തമിഴ്നാട്ടുകാരുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്, അതായത് വിളവെടുപ്പോത്സവമാണ് ഈ പൊങ്കൽ എന്ന് പറയുന്നത്. ഇതിനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. തൈപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ എന്നൊക്കെ അവർ പറയും. ഇതിന് പ്രത്യേകമായിട്ടൊരു വിഭവം അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതായത് ശർക്കരയും അരിയും അതുപോലെ തന്നെ നെയ്യൊക്കെ ചേർത്തിട്ട് നല്ലൊരു വിഭവം കൂടി ഉണ്ടാക്കിയെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഞാനിത് എവിടെ നിന്നാണ് കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ആളാണ്. റമീന എന്ന് പറയും. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് കേട്ടോ ദുബായിൽ. അപ്പോൾ കഷിയാണ് നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ അത്രയും കെയർ ചെയ്ത്, എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരുപാട് കെയർ ചെയ്തൊരാളാണ്. അപ്പോൾ ആളുടെ ഹസ്ബൻഡ് തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ, ആനന്ദേട്ടൻ. അപ്പോൾ അവർ എല്ലാ ഫെസ്റ്റിവലും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അവളെനിക്ക് ഉണ്ടാക്കി കൊണ്ട് തരാറുണ്ട് ഈ ഒരു പൊങ്കൽ എന്ന് പറയുന്ന സംഭവം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കരിമ്പ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ലീഫാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ഒരു പൊങ്കൽ ഉത്സവം അവർ നടത്തുന്നത് സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താനാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു അഗ്രികൾച്ചറിൽ കിട്ടുന്ന അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സൂര്യഭഗവാനോടുള്ള നന്ദി സൂചകമായിട്ടും ഇവർ ചെയ്യുന്നതെന്നുള്ളതും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മെയിനായിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇവർ അന്നത്തെ ദിവസം ഇങ്ങനൊരു എന്താ പറയുക പൊങ്കൽ ഉണ്ടാക്കിയിട്ടാണ് അവർ ഈ ഒരു ഉത്സവം കൊണ്ടാടുന്നത്. ഇത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. സ്വീറ്റ്സ് ഉണ്ടാക്കും, വീട്ടിലൊക്കെ ശരിക്കും നല്ലൊരു ആഘോഷം പോലെയാണ് അവരത് കൊണ്ടാടുന്നത്. നമ്മുടെ ഓണം പോലെയാണ് അവർക്ക് ഈ ഒരു പൊങ്കൽ എന്ന് പറയുന്ന ഈ ഒരു ഉത്സവം. ഞാൻ പാലക്കാട് സൈഡ് ആയതുകൊണ്ട് അവിടെയും ഇതുപോലെ ഈ ഒരു ഫംഗ്ഷൻ നല്ല രീതിയിൽ തന്നെ അവർ അവിടെയും ആഘോഷിക്കാറുണ്ട് കേട്ടോ. പാലക്കാട് സൈഡിലും ഇന്നിപ്പോൾ മെയിനായിട്ട് പൊങ്കൽ ഞാൻ ഓർക്കാൻ കാരണം എൻ്റെ മോനിന്ന് സ്കൂളില്ല. അപ്പോൾ അതിൻ്റെ റീസൺ അവരെനിക്ക് അയച്ചു തന്നത് ഇങ്ങനെയായിരുന്നു. പൊങ്കൽ ആയതുകൊണ്ടാണ് ഇന്ന് ലീവ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പൊങ്കലിനെ കുറിച്ച് ആലോചിക്കാൻ കാരണവും ഇതുപോലൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊന്നും ഈ പൊങ്കലിനെ കുറിച്ച് ഒരുപാട് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു രീതിയിൽ ആ പൊങ്കൽ ഉത്സവത്തിനെ റീക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ആ ഒരു ലീഫ് സ്ട്രോൻ്റെ മേലെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഒരു ജസ്റ്റ് ഒന്ന് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഈ കത്രിക വെച്ചിട്ടോ അതെങ്ങനെയും നമുക്കതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആ ഒരു ലീഫ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം. കണ്ടോ, ഞാൻ ഇതുപോലെയാണ് കത്രികയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഞാനിതിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്കതിങ്ങനെ റോളായി കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നത് ബേസിന് വേണ്ടിയിട്ട് മൗണ്ട് ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ സർക്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്താ ഇവിടെ ഫോം ഷീറ്റും കൂടി എടുത്തിട്ട് ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഗ്രീൻ കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് റൗണ്ടിൽ കട്ട് ചെയ്ത് ഞാൻ മൗണ്ട് ബോർഡിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് പോട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ എന്താ ഇവിടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ബ്രൗൺ അല്ല, എൻ്റെ ബ്ലണ്ട് സിയനെയോ അങ്ങനെ എന്തോ ഒരു കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതാ ഞാൻ കുറച്ച് ചുള്ളിക്കമ്പൊക്കെ പറമ്പിൽ പോയിട്ട് പറക്കിയെടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ വിറകായിട്ട് വെക്കാൻ പോകുന്നത്.
അപ്പോൾ ഞാൻ ഇങ്ങനെ വിറക് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പോട്ടിന് ഞാൻ കൊടുത്തിരിക്കുന്നത് ബേൺ സിയന്ന എന്ന് പറയുന്ന കളറാണ്. പോട്ടും അതുപോലെ തന്നെ ബ്രിക്കും ഞാൻ ബേൺ സിയന്ന കളറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് ബൾബിൻ്റെ മോൾ പോർഷനൊക്കെ അങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു സംഭവം കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമുക്ക് പോട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇവർ നല്ല ഭംഗിയാക്കിയിട്ടാണ് ഈ പോട്ടിൽ പൊങ്കൽ വെക്കുന്നത്. ശരിക്കും പോട്ടിനൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഈ പോട്ടിന് ഡിസൈൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് എളുപ്പത്തിന് എങ്ങനെ കൊടുക്കാവോ ആ ഒരു രീതിക്കാണ് ഞാനിവിടെ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിയേച്ചർ പൊങ്കൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഈ മിനിയേച്ചർ ടൈപ്പ് സംഭവങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മിനിയേച്ചറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കാറുണ്ട്. ഇതാ ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ഈ ഒരു ഫൈബർ കോട്ടൺ എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? നമ്മൾ ഈ വാച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ വാച്ച് റാപ്പ് ചെയ്ത് കിട്ടില്ലേ, ഒരു തലോണ പോലൊരു സംഭവം, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ ഫൈബർ കോട്ടൺ എടുത്തത് കേട്ടോ. ഇതാ നമ്മളിവിടെ കരിമ്പ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് കരിമ്പ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വയലറ്റ്, ഡാർക്ക് വയലറ്റും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ കരിമ്പ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണട്ടെ, അഭിപ്രായങ്ങളും കൂടി അറിയണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ് ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. സ്റ്റേ സേഫ്. ഹാപ്പി പൊങ്കൽ. ബൈ.